നമ്മുടെ നാട്ടിൽ മുസ്ലിം ബഹുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ മതസംഘടനകളുണ്ട്. ആ മതസംഘടനകൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും എങ്ങനെയാണ് കാണുന്നത്? അവരാരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? എന്ത് താല്പര്യമാണ് അവരുമായി സഹകരിച്ചു പോകാൻ? ഒരു താല്പര്യം മാത്രം, വോട്ട് വേണം. എന്തിന്? ഞങ്ങളെ LDF-നെ പരാജയപ്പെടുത്താൻ. അതല്ലേ വസ്തുത? ആരാണ് ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 3-4 സ്ഥലങ്ങളിൽ അവർ മത്സരിക്കാൻ തീരുമാനിച്ചു. അതിലൊന്ന് സഖാവ് തരിഗാമി മത്സരിക്കുന്ന മണ്ഡലത്തിലായിരുന്നു. ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് ആകെ അവിടെ കേന്ദ്രീകരിച്ചു ജമാഅത്തെ ഇസ്ലാമി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ജമാഅത്തെ ഇസ്ലാമി എന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരല്ല. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അതിലവർക്ക് വിശ്വാസമില്ല. പക്ഷെ ഇത്തവണ ജമ്മു കാശ്മീർ മത്സരിക്കാൻ തയ്യാറായി. ജമ്മു കാശ്മീർ ഇതേവരെ സ്വീകരിക്കുന്ന നിലപാട് വ്യത്യസ്തമായിരുന്നു. ഇതാർക്കു വേണ്ടിയാ? BJP-ക്ക് വേണ്ടി. BJP-യുമായി സഹകരിച്ചുകൊണ്ട് BJP-ക്ക് വേണ്ടിയുള്ള മത്സരമായിരുന്നു അത്. ലക്ഷ്യം തരിഗാമിയെ പരാജയപ്പെടുത്തലായിരുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങൾ അതിൻ്റെ കൂടെ നിന്നോ? ആ ജനങ്ങൾ പൂർണ്ണമായി തരിഗാമിയുടെ കൂടെ തന്നെ നിന്നു. തരിഗാമി വിജയിച്ചു. ഇതല്ലേ വസ്തുത? അപ്പോൾ പറയും അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി അല്ല ഞങ്ങൾ എന്ന്. നമ്മുടെ രാജ്യത്തിൻ്റെ 2 ഭാഗം, ഒന്ന് വേറെ ഇതൊന്ന് വേറെ. ജമാഅത്തെ ഇസ്ലാമിയുടെ ന്യായമാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ്. അവരതേ നിലപാട് സ്വീകരിച്ചു പോകുന്നവരാണ്. ഒരേ നിലപാടാണ് ഇവർക്കെല്ലാവർക്കും ഉള്ളത്. എങ്ങനെയാണ് അവരെ അംഗീകരിക്കാൻ കഴിഞ്ഞത്? SDP-I ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? എങ്ങനെയാണ് ഇത്തരം തീവ്രവാദ വിഭാഗങ്ങളെ അംഗീകരിച്ചു പോകാൻ കഴിയുന്നത്? ഇതെവിടെയാണ് എത്തിക്കുക? കോൺഗ്രസിന്റെ അനുഭവം നിങ്ങൾ കാണുന്നില്ലേ? കോൺഗ്രസിന്റെ അനുഭവമാണല്ലോ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങള് കോൺഗ്രസ് അണികൾ BJP-യിലേക്ക് എത്തിക്കുന്നതിനിടയാക്കിയത്. ഒരുപാട് നേതാക്കളടക്കല്ലേ പോകുന്നത്. ഇവിടെ തന്നെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളില്ലേ, അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല എന്ന് മാത്രം. എല്ലാം നിങ്ങളെ കൺമുന്നിലില്ലേ? കോൺഗ്രസിന്റെ അതേ രീതി നിങ്ങളും മറ്റൊരു രീതിയിൽ പകർത്തുകയല്ലേ? കോൺഗ്രസിന്റെ കൂടെ നിന്ന് കോലീബി സഖ്യം പ്രാവർത്തികമാക്കാൻ സഹകരിച്ചവരാണ് നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന വർഗീയ ശക്തികളെയും ഒന്നിച്ചു നിർത്താനല്ലേ നോക്കുന്നത്? ആത്യന്തികമായി നിങ്ങൾക്കത് ഗുണമാണോ ചെയ്യുക? ഒരു പാർട്ടി എന്ന നിലക്ക് നിങ്ങൾക്ക് ഗുണമാണോ ചെയ്യുക? തെരഞ്ഞെടുപ്പിലെ ജയവും പരാജയവുമല്ല, നാടിന്റെ ഭാവിയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നാടിന്റെ ഭാവിക്ക് അത് ഗുണകരമാണോ? വർഗീയത ശക്തിപ്പെടുന്നത് നാടിന്റെ ഭാവിക്ക് ഗുണകരമാണോ? വർഗീയതയെ എതിർത്തു പോകാൻ കഴിയണ്ടേ? അത് പറഞ്ഞപ്പോ തീവ്രവാദ ഭാഷയിലാണ് മറുപടിയുമായി ചിലർ വരുന്നത് കണ്ടത്. അതിന് പിന്നെ ഞാൻ മറുപടി പറയുന്നില്ല. അതൊക്കെ സാധാരണ ഇത് ജൽപ്പനങ്ങളെന്നല്ലാതെ അതൊക്കെ ആരെങ്കിലും മുഖവിലക്കെടുക്കാറുണ്ട്. അത്തരം ജൽപ്പനങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയുന്ന ഒരു പാർട്ടിയാണോ CPI?
അതെല്ലാം നിങ്ങളുടെ അനുഭവത്തിൽ തന്നെയുള്ള കാര്യങ്ങളില്ലേ, ഏതെല്ലാം ഘട്ടങ്ങൾ നമ്മൾ കടന്നു വന്നതാണ്. നിങ്ങൾ ചെയ്ത തെറ്റിന്റെ കാര്യം നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോ എല്ലാ ശ്രമവും ചേലക്കരയിൽ നിങ്ങൾ നടത്തിയില്ലേ? 3 തെരഞ്ഞെടുപ്പുകൾ വന്നത്. ആ തെരഞ്ഞെടുപ്പില് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചത് ചേലക്കരയായിരുന്നല്ലോ. കാരണം രാഷ്ട്രീയമായി വലിയൊരു ജയം ചേലക്കര പിടിച്ചെടുത്താൽ ഉണ്ടാകുമെന്നല്ലേ നിങ്ങൾ കണക്കാക്കിയത്? നിങ്ങൾ സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നടക്കം പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നയിച്ചുകൊണ്ടിരുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോ അതിൻ്റെതായ ഓളം ചേലക്കരയിലും ഉണ്ടാക്കാം, അങ്ങനെ LDF-നെ പരാജയപ്പെടുത്താം എന്ന കണക്കുകൂട്ടലായിരുന്നില്ലേ നിങ്ങൾക്കുണ്ടായിരുന്നത്? പക്ഷേ എന്തായി? ഇതാണ് നാം കാണേണ്ട വസ്തുത. എല്ലാ വിഭാഗത്തെയും നിങ്ങൾ എഴുന്നേൽത്താൻ നോക്കിയല്ലോ. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലുള്ള എല്ലാവരെയും ഒന്നിച്ച് അണിനിരത്തി SDPI-യെ വലിയ തോതിൽ രംഗത്തിറക്കി LDF-നെ പരാജയപ്പെടുത്താം എന്നതായിരുന്നില്ലേ കണക്കുകൂട്ടല്? ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ആകെ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങൾ LDF-നോടൊപ്പം എത്ര കണ്ട് ഭദ്രമായി അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. ജയപരാജയത്തിന്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ 3 മണ്ഡലങ്ങളിൽ LDF 3-ാം സ്ഥാനത്തായിരുന്നു. അത് മഞ്ചേശ്വരത്തും കാസർഗോഡും പാലക്കാടുമായിരുന്നു. ആ പാലക്കാട് സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ഞങ്ങളുടെ നില വല്ലാതെ അങ്ങ് ശോഷിച്ചു പോയാലാണ് ഞങ്ങൾക്ക് വലിയ ക്ഷീണം സംഭവിച്ചു എന്ന് പറയാൻ പറ്റും. പക്ഷേ കാണാൻ നമുക്ക് സാധിക്കുക, പാലക്കാട്ട് LDF-ന്റെ വോട്ട് വീതം കുറയല്ല ചെയ്തത്. UDF ജയിച്ചിട്ടുണ്ട്. നേരത്തെ UDF ആണ് ജയിച്ചത്. കഴിഞ്ഞ കുറച്ചു കാലമായി UDF ജയിക്കുന്ന മണ്ഡലമാണ്. അവിടെ LDF-ന്റെ വോട്ട് വീതം നല്ല നിലയിൽ തന്നെ വർദ്ധിപ്പിക്കാൻ കഴിയും. ഇതാണ് പാലക്കാട് ഉണ്ടായത്. ചേലക്കരയിലെ കുറിച്ച് കാണേണ്ടത്, ചേലക്കരയിൽ മത്സരിച്ച പ്രധാന സ്ഥാനാർത്ഥികൾ LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികൾ. ആ സ്ഥാനാർത്ഥികൾ UDF സ്ഥാനാർത്ഥി തൊട്ടു മുന്നിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചതാണ്. ആ മത്സരിച്ച UDF സ്ഥാനാർത്ഥി ഇപ്പോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് നേടാൻ കഴിഞ്ഞോ? അവിടെ വോട്ട് കുറയാണ് ചെയ്തത്. സ്ഥാനാർത്ഥി 1, തെരഞ്ഞെടുപ്പ് 2,
പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതേ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത്. അതേസമയം എൽ ഡി എഫിന് നല്ല രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ നല്ല വർധനവ് നേടാൻ കഴിഞ്ഞു. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരാനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായി. ഇത് സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ജനവിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായാണോ? 2016 ആദ്യ എൽ ഡി എഫ് സർക്കാർ രൂപം കൊള്ളുമ്പോൾ ചേലക്കരയിൽ മത്സരിച്ചിരുന്നത് ഇന്നിപ്പോൾ ജയിച്ച UR പ്രദീപ് തന്നെയാണ്. അദ്ദേഹത്തിന് ആ തെരഞ്ഞെടുപ്പ് ലഭിച്ചതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞു എന്നതും നാം കാണേണ്ടതാണ്. അപ്പോൾ കേരളത്തിൽ LDF നല്ല രീതിയിൽ പിന്തുണ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ നമുക്ക് സാധിക്കുക. അതേസമയം BJPയെ കുറിച്ച് മഹാശക്തിയാണ് എന്ന് പറഞ്ഞു വരുത്താൻ ശ്രമിച്ചവരുണ്ടല്ലോ. ആ BJP വലിയ തോതിൽ പുറകോട്ട് പോയി എന്താണ് കാണാൻ നമുക്ക് കഴിയുക. BJPയുടെ പുറകോട്ട് പോക്കിൽ വർഗീയതയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ എല്ലാ ഘട്ടത്തിലും തത്വാധിഷ്ഠിതമായ സമീപനം സ്വീകരിക്കുന്ന LDFന്റെ സമീപനം ഏറ്റവും പ്രസക്തമായതാണ് എന്താണ് കാണാൻ നമുക്ക് കഴിയുക. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. LDFനെ വലിയ തോതിൽ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുണ്ട്. മറ്റു ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. ഇതിനെല്ലാം തള്ളിക്കൊണ്ട് തന്നെ LDFനെ നല്ല രീതിയിൽ അംഗീകരിക്കുന്ന നിലപാടാണ് പൊതുവെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. വയനാട് നേരത്തെ രാഹുൽ ഗാന്ധി ജയിച്ചു വന്ന മണ്ഡലമാണ്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കും അവിടെ വിജയം നേടാൻ കഴിഞ്ഞു എന്നതാണ് ഉണ്ടായിട്ടുള്ള കാര്യം. അപ്പോൾ LDFന് ഏതെങ്കിലും തരത്തിൽ ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യവും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, BJPക്ക് വലിയ തകർച്ചയുണ്ടായി. LDFന് കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് വിജയം ഉറപ്പിക്കാൻ ചേലക്കരയിൽ കഴിഞ്ഞു. പാലക്കാട് നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ വോട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞു. BJPയുമായുള്ള നേരത്തെ ഉള്ള അകലം അത് നല്ല രീതിയിൽ വോട്ടിൻ്റെ വ്യത്യാസം കുറച്ചു കൊണ്ടുവരാനും കഴിഞ്ഞു. ഇത് LDFന് കൂടുതൽ കരുത്തു പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ നമ്മുടെ നാട്ടിലെ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഒരു ഘട്ടമാണ്. ആ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ കോഴിക്കോട് സൗത്ത് ഏരിയയിൽ നേതൃത്വം കൊടുക്കാനുള്ള കെട്ടിടമാണ് നായനാർ ഭവൻ എന്ന രീതിയിൽ ഒരുങ്ങിയിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്താൻ ഇവിടെ കേന്ദ്രമായിക്കൊണ്ട് സാധിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇപ്പോൾ സംസാരിച്ചത്. പാലക്കാട് LDFന്റെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനായി എന്ന് പറയുന്ന മുഖ്യമന്ത്രി നേരത്തെ ഉന്നയിച്ച വിമർശനങ്ങൾ പലതും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. SDPI കോലീബി സഖ്യമൊക്കെ പാലക്കാട്
വിജയത്തിന് സഹായിച്ചു എന്നും പറയുന്നുണ്ട്.